Hi everyone, welcome to Roshni's Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി വേറെ ഒന്നുമല്ല, ഒരു കട്ട്ലേറ്റ് റെസിപ്പിയാണ്. അതായത് നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ് ആണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാണില്ലേ, അവലും കാണും, അതുപോലെ തന്നെ വെജിറ്റബിൾസും കാണും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്, അതും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ടും സമയം കളയണ്ട, നോക്കാം നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവലിനെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല, ഒരു 1-2 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. നല്ല ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അവല്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അവലിനെ ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അവലിനെ നമ്മൾ നന്നായിട്ട് കുതിർത്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ പരിപാടി, നമ്മുടെ പച്ചക്കറികൾ ഉണ്ട്, അതുപോലെ ഉള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സവാള. അപ്പൊ ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണമാണ് കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പൊ 2 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായി അരിഞ്ഞതാണേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് തന്നെ അപ്പം ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും, ഉപ്പ് ഇതിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറവാണെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ക്യാബേജും ആണ് കേട്ടോ. അപ്പം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു മീഡിയം സൈസ് ഉള്ളൊരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാബേജ് ആയിരുന്നു, അതിന്റെ ഒരു 4 ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് ക്യാബേജ് ചേർക്കുന്നില്ല, ചെറിയ കഷ്ണം ക്യാബേജും അതും ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഒരു മീഡിയം വലുപ്പമുള്ള ഒരു നമ്മുടെ ക്യാരറ്റും ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നീ നമ്മുടെ വെജിറ്റബിളിന്റെ മിക്സ് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കഴുകി ഡ്രെയിൻ ചെയ്ത അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പൊട്ടറ്റോ ഞാനിപ്പം പുഴുങ്ങി അതുപോലെ ഉടച്ച് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്.
നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ്ചർ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസിലോ അതുപോലെ ബ്രെഡിന്റെ പൊടിയിലോ നമ്മുടെ റസ്കിന്റെ പൊടിയോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് സേമിയ, നമ്മുടെ വെർമസലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ പിന്നെ ഞാൻ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം കോൺഫ്ലവർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ട യൂസ് ചെയ്യാം, ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് കട്ട്ലേറ്റ് അതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം റൗണ്ടോ അതല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നീ നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ട്ലേറ്റിന്റെ മിക്സ്ചർ കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറോ അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ റസ്കിന്റെ പൊടിച്ചതോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ മിക്സ്ചർ ലൂസായിട്ട് ഇരിക്കുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അവൽ വെജ് കട്ട്ലേറ്റ്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഒരുപാട് പണികളൊന്നുമില്ല, എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവൽ വെജ് കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.